ലിംഗരക്ഷകർ. ലിംഗത്തിൽ മെറ്റൽ നെറ്റിട്ട് നീർക്കെട്ടായി അവസാനം മെറ്റാലിക് പിനൈൽ സ്ട്രാങ്കുലേഷൻ അവസ്ഥയിലെത്തി അത് ഊരാൻ പറ്റാതെ ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞപ്പോൾ രക്ഷകരായത് കാഞ്ഞങ്ങാട്ടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണെന്ന് ഞങ്ങൾ ഇന്നലെ വാർത്ത നൽകിയപ്പോൾ പലരും അത് സത്യമാണെന്ന്, നടന്ന സംഭവമാണെന്ന് വിശ്വസിച്ചില്ല. വിശ്വസിച്ചവർക്ക് ആ രക്ഷകരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നും തോന്നി. നമുക്ക് ആ രക്ഷാദൗത്യത്തിൽ പങ്കാളികളായ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിലെ ആ ദൗത്യസേനാംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓപ്പറേഷൻ സുനാമണി എന്ന് അനൗദ്യോഗികമായി പേരിട്ട ആ ഓപ്പറേഷനിൽ പങ്കെടുത്തവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചെവി കൂർപ്പിച്ച് കേൾക്കാം. ഓർക്കുക, ജീവനക്കാർ പിരിവിട്ട് മേടിച്ച ഈ റിംഗ് കട്ടറായിരുന്നു അവർക്ക് പിടിവള്ളിയായത്. അല്ലായിരുന്നുവെങ്കിൽ തൊട്ടുതൊഴുത് അവർക്ക് പോരേണ്ടി വന്നേനെയും. അതുപോലെ വൈറലായ അതൊന്ന് കാണുവാൻ, അതെന്ന് പറഞ്ഞാൽ ആ നെട്ടൊന്ന് കാണാനും പലർക്കും ആഗ്രഹമുണ്ടായിരിക്കും. ഇവനാണ് ലവൻ. സുനിത വില്യംസിന്റെ പേടകം പോലും കാണുവാൻ ആർക്കും ഇത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല. പോച്ച ഇതിന് 1.5 കോടി രൂപ വില പറഞ്ഞു എന്നാണ് കേൾവി. കമണാറ്റിൻകരയിലെ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ഇത് കാണാനും തൊട്ടു നോക്കാനുമുള്ള അവസരം ഉണ്ടാവും. ഉദ്ഘാടനം തേൻ റോസ് നിർവഹിക്കുവാൻ സാധ്യതയുണ്ട്. ലവനെ ഭഗീരഥ പ്രയത്നത്തിലൂടെ അറുത്തെടുത്ത ആ അറപ്പുകൂടാത്ത നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ വിവരിക്കും. കഴിഞ്ഞ ദിവസം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവർ തന്നെ നമ്മോട് വെളിപ്പെടുത്തും. സാറേ, ശരിക്കും എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? ഇന്ന് രാത്രി 10 മണിക്ക് ശേഷമാണ് സ്റ്റേഷനിലേക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഒരു കോൾ വന്നത്. ഒരു വ്യക്തിയുടെ ജനനേന്ദ്രിയത്തിന് ഒരു റിങ് തുടങ്ങിയിട്ടുണ്ടും അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ കുറച്ച് വേഴ്സാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഈ കോള് പുതുമയില്ലാതുകൊണ്ട് തന്നെയാണ് നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സാറിന് ഇവിടെ റിങ് കട്ടറെല്ലാം ഉപയോഗിച്ച് മോതിരം കട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടായില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരും. ഇദ്ദേഹത്തിൻ്റെ ഇപ്പം നിലവിലെ അവസ്ഥ മൂത്രമൊഴിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലാണുള്ളത്. അങ്ങനെയാണ് നമ്മളവിടെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൂടെ കാണുമ്പോൾ അതിഭീകരമായിരുന്നു. കക്ഷിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഡോക്ടർക്ക് പറ്റാത്തൊരു കേസ് നമ്മളൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. നമ്മൾ ഉപയോഗിച്ചത് ഇവിടെ റിംഗ് കട്ടറാണ്. നിലയത്തിലെ ജീവനക്കാരനെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പൈസ സ്വരൂപിച്ചുണ്ടാക്കിയ ഒരു റിംഗ് കട്ടറുണ്ട്. അത് വെച്ചിട്ടൊരു ശ്രമം നടത്തി. അതാണ് ഇവർ ചെയ്തത്. അതിന് റിംഗ് കട്ടറും അതിൻ്റെ ഉപകരണങ്ങൾ നിങ്ങൾക്ക് കട്ടിങ് ഭാഗങ്ങളും ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് മുറിച്ചു മാറ്റിയതെന്നൊന്ന് വിശദീകരിക്കാമോ? ഞായറാഴ്ച ഒരു 10 മണിയോടുകൂടി രാത്രി 10 മണിയോടുകൂടിയാണ് ഇങ്ങനൊരു കോൾ വന്നത്. നമ്മൾ സാധാരണ മോതിരം ടൈറ്റായി കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഈ ഉപകരണം ഉപയോഗിച്ചാണ് ഏകദേശം ഒരു 2 മണിക്കൂറോളം ബുദ്ധിമുട്ടിയാണ് ഈ കാര്യം നമ്മൾ ചെയ്തത്. അപ്പോൾ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു ഇത് ടൈറ്റ് ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ ഇത് ചൂടാവും. ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ റിങ് ചൂടായിട്ടാണ് മുറിയുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ആ റിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായിട്ടുള്ള ലിനേഷ് സാറും അതേപോലെ ഷിബിൻ സാറ് അടങ്ങിയ ടീമായിരുന്നു. അപ്പോൾ വളരെ റിസ്ക് എടുത്തിട്ടുള്ള ഒരു കോളായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണിത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നാണ് ലവൻ പറഞ്ഞത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് അദ്ദേഹം മദ്യലഹരിയിലായ സമയത്ത് സുഹൃത്തുക്കൾ മുഖേന നടന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെ വിശ്വസനീയമായി തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കക്ഷി ഫസ്റ്റ് ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നേനെ. ഇദ്ദേഹം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു വിശ്വസനീയ യോഗ്യമായി തോന്നിയിട്ടില്ല. സർവീസിൽ ഇതിനു മുമ്പ് ഇത്തരം നട്ടറക്കൽ പരിപാടി ഉണ്ടായിട്ടുണ്ടോ? സർവീസിൽ ആദ്യമായിട്ടാണ്. കാരണം സർവീസിൽ നമ്മളൊരാൾ ജനങ്ങൾ ഡിസ്ട്രെസ്സിലുണ്ടാകുമ്പോഴാണല്ലോ ഫയർ സർവീസിന് ആവശ്യപ്പെടുക. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ജോലിയുടെ ഭാഗമല്ല എന്നുകൊണ്ട് വേണമെങ്കിൽ മാറി നിൽക്കുന്നൊരു അവസ്ഥ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല തോന്നി. അദ്ദേഹത്തിനെ പോയി കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അയാൾ നല്ല വേദനയിലും ശരിക്കും നമ്മളൊരു പറ്റുന്നൊരു ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്തൊരു ശ്രമം നടത്തിയാണ്. അതുകൊണ്ട് ഇത്ര മണിക്കൂറുകൾ എടുത്തത്. നമ്മൾ സർവീസിൻ്റെ ഒരു പ്രധാന 2 മണിക്കൂറുകളോളം രാത്രി 12 മണി വരെ നിന്നിട്ടാണ് ചെയ്ത ഒരു മിഷനാണ്. എന്തായാലും ജീവനക്കാർ അതിഗംഭീരമായി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വിജയം ഉണ്ടായിട്ടുള്ളത്. അല്പമെങ്കിലും ഒരു അശ്രദ്ധയുണ്ടായാൽ, കൈയൊന്ന് പാളിയാൽ വളരെ അപകടമുണ്ടാകുവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? സെൻസിറ്റീവ് ഓർഗനാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ, കാരണം ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ജാഗ്രതയോടെ തന്നെയാണ് ഇവർ ഈ മെഷീൻസ് ഉപയോഗിച്ചിട്ട് ആ റിങ് കട്ട് ചെയ്തത്. കട്ടിംഗ് മെഷീൻ ഹീറ്റാകുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ വെള്ളം ഉപയോഗിച്ചിട്ട് അത് തണുപ്പിക്കും.
അപ്പോൾ തണുപ്പിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു ബ്രേക്ക് ആയിട്ടാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ശരിക്കും ഇത് ഇത്രയും സങ്കീർണമാകുവാൻ കാരണം എന്തായിരുന്നു? ഇല്ല, ഇത് ഇത്ര നിർണായകം അല്ലെങ്കിൽ സങ്കീർണമാവാൻ കാരണം ഇത് 2 ദിവസം പഴകിയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആ സമയത്ത് ഈ നമ്മുടെ ആ സെൻസിറ്റീവായ ആ ഭാഗം കുറച്ച് വീർത്തുകയും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് ജീർണിച്ച ഒരവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് ഈ റിങ് അവിടെ ലോക്കായി കിടക്കാം. നമ്മുടെ ആ മാംസഭാഗവും ഇതും തമ്മിലൊരു ജോയിൻ്റായ ഒരു പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഡോക്ടർമാർ പിന്നെ ധരിപ്പിക്കുന്ന ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടാണ് നമ്മളത് അഡ്മിഷൻ ചെയ്തത്. വളരെ ക്രിട്ടിക്കലായിരുന്നു. അങ്ങനെ ഒരു ചെറിയ കിണ്ടിയും ഒരു നട്ടും കാരണം കാഞ്ഞങ്ങാട്ട് അഗ്നിരക്ഷാസേനയും ഉദ്യോഗസ്ഥരും ലോകപ്രശസ്തരായി മാറിയിരിക്കുകയാണ്. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ ഈ ദുഷ്കരമായ ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ച കാഞ്ഞങ്ങാട്ടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്നു. ജീവനക്കാർ പിരിവിട്ടെടുത്ത് മേടിച്ച ആ റിംഗ് കട്ടർ ആണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. സർക്കാർ കാഞ്ഞങ്ങാട്ട് മാത്രമല്ല എല്ലാ യൂണിറ്റുകളിലും ഇത്തരമൊരു റിംഗ് കട്ടർ മേടിച്ചു നൽകണം. കാരണം ആരൊക്കെ എവിടെയൊക്കെ റിംഗ് ഇടുമെന്ന് ദൈവം തമ്പുരാന് പോലും പ്രവചിക്കുവാൻ പറ്റാത്ത സ്ഥിതിക്ക് പാതിരാത്രിയിൽ ഇതുപോലൊരു ആവശ്യം വന്നാൽ അവർക്ക് ഇടപെടണമെങ്കിൽ ഇത്തരം ഉപകരണങ്ങൾ കൂടിയേ തീരൂ. അതുപോലെ വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ ഈ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച ഉദ്യോഗസ്ഥർക്ക് ലിംഗരക്ഷക് പുരസ്കാരം കൊടുത്ത് അവരെ ആദരിക്കുകയും വേണം. അവസാനമായി ഒരു ചെറിയ അപേക്ഷയുണ്ട്. നട്ടും ബോൾട്ടും റിങ്ങുമൊക്കെ കുത്തിക്കയറ്റിയിടുന്നത് കൊള്ളാം, പക്ഷേ സ്വസ്ഥമായി സമാധാനമായി ഊരിയെടുക്കാൻ പറ്റാവുന്നിടത്തൊക്കെ ആവണം അതൊക്കെ ഇടേണ്ടത്. ദാണ്ട് റിങ് ഊരി കൊടുത്തപ്പോൾ ദാണ്ടവൻ ഒരു മുതലയും പിടിച്ചോണ്ട് പോകുന്നു. ദാ എന്റെ മണ്ടേ കയറി പോകുന്നു. ഹലോ, കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിലെ ദേ ലവൻ വീണ്ടും അടുത്ത പരിപാടി ഒപ്പിച്ചോണ്ട് വരുന്നുണ്ട്, ഓടിവാ. ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. മുതലാളിയെ പോലുള്ളവരുടെ അനുഗ്രഹവും പിൻബലവും ഉണ്ടെങ്കിൽ ഇതിലും വലിയ കാര്യം ചെയ്യാൻ സാധിക്കും. എന്റെ അനുഗ്രഹവും പിൻബലവും എന്നും നിന്നോടുകൂടി ഉണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.